2025 മെയ് 7 വത്തിക്കാനിൽ രാവിലെ പ്രോ എലിജെന്തോ റൊമാനോ പൊന്തിഫിച്ചെ എന്ന പേരിലുള്ള പുതിയ പാപ്പയ്ക്കു വേണ്ടിയുള്ള ബലി അർപ്പിക്കപ്പെട്ടു. സാഘോഷം. പിന്നീട് ഉച്ചതിരിഞ്ഞ് എല്ലാ വിശുദ്ധരുടെയും മാധ്യസ്ഥ്യം യാചിച്ചുകൊണ്ട് കർദിനാൾമാർ 133 പേർ സിസ്റ്റൈൻ ചാപ്പലിലേക്ക് പ്രദക്ഷിണം ആരംഭിച്ചു. വാതിൽക്കൽ നിന്നുകൊണ്ട് വേനെ ക്രിയാത്തോർ സ്പിരിത്തൂസ് എന്ന പരിശുദ്ധാത്മഗാനം ആലപിച്ച് രഹസ്യാത്മകതയും വിശ്വസ്തതയും പാലിക്കുമെന്ന പ്രതിജ്ഞ ഓരോരുത്തരായി എടുത്ത് അകത്തേക്ക് പ്രവേശിച്ചു. പേപ്പൽ ലിറ്റർജിക്കൽ സെലിബ്രേഷൻസിൻ്റെ മാസ്റ്റർ എക്സ്ട്രാ ഓംനെസ് എന്ന് പറഞ്ഞുകൊണ്ട് വാതിലടച്ചു. അതായത് ഇലക്ട്രൽ കാൻഡിഡേറ്റ്സ് അല്ലാതെ മറ്റെല്ലാവരും പുറത്തേക്ക് പോവുക എന്നർത്ഥം. പിന്നീട് ഓർദോ സാക്രരോരും റിച്ചും കോൺക്ലാവീസ് എന്ന പുസ്തകം പറയുന്ന പ്രാർത്ഥനകൾ ചൊല്ലി തുടർന്ന് യൂണിവേഴ്സി ഡൊമിനിച്ചി ഗ്രെഗീസ് എന്ന പ്രാമാണിക ഗ്രന്ഥം പറയുന്ന കാര്യങ്ങൾ അനുസരിച്ച് കോൺക്ലേവ് ഔദ്യോഗികമായി ആരംഭിക്കുകയായി. കും ക്ലാവിസ് എന്ന 2 പദങ്ങൾ ചേർന്നാണ് കോൺക്ലേവ്. ടുഗെദർ, കീ എന്ന അർത്ഥങ്ങൾ. അതായത് അടക്കപ്പെട്ട ഒരു മുറിക്കുള്ളിൽ രഹസ്യാത്മകതയോടുകൂടി കർദിനാൾമാർ ഒരുമിച്ച് ചേരുന്നതാണ് കോൺക്ലേവ്. സിസ്റ്റൈൻ ചാപ്പലിൽ മൈക്കൽ ആഞ്ചലോ സുന്ദരമായി ഒരുക്കിയിരിക്കുന്ന അന്ത്യവിധിയുടെ ചുമർ ചിത്രത്തിന് താഴെ പിന്നെ കർദിനാൾമാർ വോട്ടെടുപ്പിന് ഇരുന്നു. വീണ്ടും എന്നെ വിധിക്കുന്ന ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞാൻ ഇന്നയാളെ തിരഞ്ഞെടുക്കുന്നു എന്ന് പ്രതിജ്ഞ ചെയ്തതിന് ശേഷം അവർക്ക് അനുയോജ്യരായി തോന്നിയ ഒരാളുടെ പേരെഴുതി താഴെ ഒപ്പം വച്ചിരിക്കുന്ന പാത്രത്തിൽ നിക്ഷേപിച്ചു. സഹായികളായി നിന്ന 9 പേർ ഓരോ തവണയും ഈ ബാലറ്റുകൾ എണ്ണി ചിട്ടപ്പെടുത്തി. അടുത്ത ദിവസം തുടർന്ന വോട്ടെടുപ്പിന് ഒടുവിൽ പാപ്പ ആരെന്ന് വിളിച്ചറിയിക്കുന്ന പ്രതീകമായിട്ടുള്ള വെളുത്ത പുക സിസ്റ്റൈൻ ചാപ്പലിൻ്റെ ചിമ്മിനിയിൽ നിന്നും ഉയർന്നു. അതിനു മുമ്പ് 2 വട്ടം കറുത്ത പുകയാണ് ഉയർന്നത്. വെളുത്ത പുക ഉയർന്നതോടുകൂടി എല്ലാവരും ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങൾ വീശി പുതിയൊരു പാപ്പ ലോകത്തിന് മുമ്പിൽ അവതരിക്കുകയാണ്. 2025 മെയ് 8 കത്തോലിക്ക സഭയുടെ ചരിത്ര ദിവസമായിട്ട് മാറുന്നു. വത്തിക്കാൻ ചത്തുരത്തിൽ തിങ്ങിക്കൂടിയിരിക്കുന്ന 50,000-ലധികം ആളുകൾക്ക് മുന്നിലേക്ക് കോളേജ് ഓഫ് കാർഡിനൽസിൻ്റെ പ്രോട്ടോ ഡീക്കൻ ഡൊമിനിക് മെമ്പേർത്തി കടന്നു വരുന്നു. അദ്ദേഹം ലത്തീനിൽ പരമ്പരാഗത രീതിയിൽ ഔദ്യോഗിക പ്രഖ്യാപനം നടത്തുന്നു. ഹബേമൂസ് പാപ്പ. നമുക്കൊരു പാപ്പായെ ലഭിച്ചിരിക്കുന്നു. കർദിനാൾ റോബർട്ട് ഫ്രാൻസിസ് പ്രെവോസ്റ്റ് ലെയോ 14 എന്ന പേര് സ്വീകരിച്ച് മാർപ്പാപ്പയായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണ്. താമസിയാതെ സെയിൻറ്റ് പീറ്റേഴ്സ് ബസിലിക്കയുടെ മട്ടുപ്പാവിൽ പ്രത്യക്ഷപ്പെട്ട അദ്ദേഹം ഉർബി യെത്ത് ഓർബി ആശീർവാദം നൽകി. നഗരത്തിനും ലോകത്തിനുമുള്ള ആശീർവാദം. പിന്നീട് അദ്ദേഹം പാലം പണിയുന്നവനായി മാറുകയാണെന്ന് അർത്ഥം ധ്വനിപ്പിക്കുന്ന വിധത്തിൽ പ്രസംഗിച്ചു. എല്ലാവർക്കും സമാധാനമുണ്ടാകട്ടെ. എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് പാലമായി മാറുവാനുള്ള ആഗ്രഹത്തോടു കൂടി ഒരു പാപ്പ പ്രത്യക്ഷപ്പെടുകയാണ്. ലിയോ 14 എന്ന പേരിന് തന്നെ പ്രസക്തിയേറെയുണ്ട്. 13 പാപ്പ റേരും നൊവാരും എന്ന ചാക്രിക ലേഖനത്തിലൂടെ ലോകത്തിൻ്റെ മുഴുവൻ ഹൃദയം കീഴടക്കിയ ആളാണ്. തൊഴിലാളികളുടെ അവകാശങ്ങളും കടമകളും കൃത്യമായി ആ ചാക്രിക ലേഖനത്തിൽ നിർവചിക്കപ്പെട്ടിരുന്നു. ലെയോ എന്ന പേരിൻ്റെ അർത്ഥം തന്നെ സിംഹം എന്നാണ്. പുതിയ പാപ്പ സിംഹഗർജനം മുഴക്കുന്നയാളല്ല, പക്ഷേ നിലപാടും നിലവാരവുമുള്ള വ്യക്തിയാണ്. നല്ല നിലവാരമുള്ളത് കൊണ്ട് തന്നെ കൃത്യമായ നിലപാടുകൾ എടുക്കുവാൻ അദ്ദേഹത്തിന് കഴിയുമെന്നാണ് വിശ്വാസം. അദ്ദേഹത്തെക്കുറിച്ചുള്ള കുറേ രസകരമായ കാര്യങ്ങളുണ്ട്. ഒന്ന്, ആദ്യത്തെ അമേരിക്കൻ പാപ്പയാണ് ഇദ്ദേഹം. ചിക്കാഗോയിൽ ജനിച്ച അദ്ദേഹം സ്പാനിഷ് ഫ്രഞ്ച് വേരുകളുള്ള കുടുംബത്തിലെ അംഗമാണ്. അദ്ദേഹം ചിക്കാഗോയിലാണ് ജനിച്ചതെങ്കിലും
അച്ഛനായതിനു ശേഷം പെറുവിൽ 20 വർഷക്കാലം സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. അവിടെ വെച്ച് അദ്ദേഹം 2015 ചിക്ലായോ രൂപതയുടെ ബിഷപ്പായി ഉയർത്തപ്പെടുന്നു. 2023 അദ്ദേഹം കർദിനാളായി നാമകരണം ചെയ്യപ്പെട്ടു. പോപ്പ് ഫ്രാൻസിസ് ആണ് അദ്ദേഹത്തെ കർദിനാളാക്കി മാറ്റിയത്. വെറും 2 വർഷത്തിനുള്ളിൽ ഈ കർദിനാൾ പാപ്പയായി മാറിയിരിക്കുന്നു. അദ്ദേഹം വത്തിക്കാനിൽ അറിയപ്പെട്ടിരുന്നത് ലീസ്റ്റ് അമേരിക്കൻ, കാരണം അമേരിക്കക്കാരനാണെങ്കിലും പെറുവിലെ സിറ്റിസൺഷിപ്പുള്ള അദ്ദേഹം ഒരു മൈഗ്രൻറ്റിനെ പോലെ, മിഷനറിയെ പോലെ സഞ്ചരിച്ചയാളാണ്. 8 ഭാഷകൾ സംസാരിക്കുന്ന ആളാണ്. അങ്ങനെയുള്ള അദ്ദേഹം അമേരിക്കക്കാരൻ എന്നല്ല വത്തിക്കാനിൽ അറിയപ്പെട്ടിരുന്നത്. എല്ലാവർക്കും സുപരിചിതനും എല്ലാവർക്കും പ്രിയങ്കരമായ ഒരു വ്യക്തിയായിട്ടാണ് അറിയപ്പെട്ടത്. കാരണം അദ്ദേഹം മെത്രാന്മാരുടെ ഡെക്കാസ്ട്രിയുടെ പ്രീഫെക്റ്റായിട്ടാണ് സേവനം ചെയ്തുകൊണ്ടിരുന്നത്. അടുത്തത് അദ്ദേഹത്തിൻ്റെ പേര് ലെയോ 14 എന്ന പേരാണ് സ്വീകരിച്ചത്. ഷേക്സ്പിയറിൻ്റെ കഥാപാത്രം ഒരു പേരിൽ എന്തിരിക്കുന്നു എന്നൊരു ചോദ്യം ചോദിക്കുന്നുണ്ട്. ഒരു പേരിൽ ഒരാളുടെ നിയോഗം മുഴുവൻ അടങ്ങിയിട്ടുണ്ട്. 13 പാപ്പമാരാണ് ലെയോ എന്ന പേരിൽ ഉണ്ടായിരുന്നത്. ഇതിപ്പോൾ 14ാമത്തെ ആളാണ്. അതിൽ 5 പേര് വിശുദ്ധരാണ്. 13ാമൻ ലെയോ ഏറ്റവും ദീർഘമായിട്ട് പാപ്പയായി ഇരുന്നവരിൽ ഒരാളാണ്. അദ്ദേഹം പാവപ്പെട്ടവരുടെ പാപ്പയെന്ന് വിളിക്കപ്പെട്ടിരുന്നു, തൊഴിലാളികളുടെ പാപ്പയെന്നും. ഈ പാപ്പ, പുതിയ പാപ്പ, ബിഷപ്പായിരിക്കുമ്പോൾ പാവപ്പെട്ടവരുടെ പിതാവ് എന്ന് വിളിക്കപ്പെട്ടിരുന്നയാളാണ്. ചേരികളിലും തെരുവുകളിലൊക്കെ നടന്നിരുന്ന അദ്ദേഹം പാവപ്പെട്ടവരുടെ സന്തത സഹചാരിയായി അറിയപ്പെട്ടിരുന്നു. അപ്പോൾ ചരിത്രത്തിൽ ഇനി പാവപ്പെട്ടവരുടെ പാപ്പ എന്ന് വിളിക്കപ്പെടുമോ അദ്ദേഹമെന്ന് കാണുവാൻ വേണ്ടി ലോകം കാത്തിരിക്കുന്നു. മൂന്നാമതായിട്ട് ഇദ്ദേഹം സ്വയം വിളിക്കുക ഒരു മിഷനറി എന്നാണ്. തുടക്കത്തിൽ പറഞ്ഞതുപോലെ 8 ഭാഷകൾ സംസാരിക്കുന്ന, ലോകത്ത് പലയിടത്തും ചുറ്റി സഞ്ചരിക്കുന്ന, വായനയും യാത്രയും പ്രിയപ്പെട്ട ഹോബികളായി കരുതുന്ന ഒരു വ്യക്തിയാണ് ഇദ്ദേഹം. താനൊരു പരദേശിയാണ് എല്ലായിടത്തും എന്നാണ് അദ്ദേഹം തമാശ രൂപേണ പറയുക. ഒരിടത്തും സ്വന്തമായ വേരുകളില്ല. ഒരിടത്ത് വേര് ഉറപ്പിക്കുമ്പോഴേക്കും അവിടുന്ന് യാത്രയാവും. അതുകൊണ്ട് തന്നെ സദാ മൂവ്മെൻറ്റിലായ മിഷനറിയാണ് താനെന്ന് അദ്ദേഹം സ്വയം വിളിക്കുന്നു. സഭയുടെ ചരിത്രം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരു മിഷനറിയാകാനാണ് ഒരാൾ വിളിക്കപ്പെടുക. ആദ്യം അയാൾക്കൊരു മോട്ടിവേഷൻ കിട്ടുന്നു, പിന്നെ അയാൾ മിഷനറിയായി മാറുന്നു, പിന്നെ ഒരു മൂവ്മെൻറ്റ് സംഭവിക്കുന്നു. പക്ഷേ പതുക്കെ ഒരു മെഷീനറി അവസ്ഥയിലേക്ക്, യന്ത്രവൽകൃത അവസ്ഥയിലേക്ക് അയാൾ മാറിപ്പോകാം. അപ്പോൾ മെഷീനറി ആകാതിരിക്കുവാൻ വേണ്ടിയുള്ള പ്രാർത്ഥനയാണ് നല്ലൊരു ക്രൈസ്തവൻ നടത്തുക. ഈ പാപ്പയും ഒരു മെഷീനറി ആകാതെ മിഷനറിയായി തന്നെ നിലകൊള്ളുമെന്നുള്ള പ്രാർത്ഥനയാണ് നമുക്ക് എല്ലാവർക്കും ഉള്ളത്. അടുത്തതായിട്ട് ഈ പാപ്പ ഏത് പക്ഷത്തുള്ള ആളാണ് എന്നൊരു ചർച്ച ഇപ്പോഴേ ഉയരുന്നുണ്ട്. പാപ്പ പ്രോഗ്രസീവാണോ അല്ലെങ്കിൽ കൺസർവേറ്റീവാണോ എന്നാണ് ചോദ്യം. പക്ഷേ പോപ്പ് ലിയോ 14 സ്വന്തം അഭിപ്രായത്തിൽ അദ്ദേഹം ലിബറിസ്റ്റ് പക്ഷത്തുമല്ല കൺസർവേറ്റീവ് പക്ഷത്തുമല്ല, രണ്ടിനും മധ്യത്തിലാണ്. അദ്ദേഹം പറയുന്നു, ഞാൻ ക്രിസ്തുവിൻ്റെ പക്ഷത്താണ്. ഏത് ചേരിയിൽ ചേരുന്നു എന്നുള്ളതല്ല, ക്രിസ്തുവിൻ്റെ ചേരിയിലായിരിക്കുക, എപ്പോഴും ക്രിസ്തുവിനോടൊപ്പം ചേർന്ന് നടക്കുക, അതാണ് പ്രധാനപ്പെട്ട കാര്യമായിട്ട് അദ്ദേഹം കാണുക. പണ്ഡിതന്മാർ അദ്ദേഹത്തെ വിലയിരുത്തുന്ന ഒരു മോഡറിസ്റ്റായിട്ടാണ്. ടു ടൈറ്റ് അല്ല, ടു ലൂസല്ല. ടു ടൈറ്റായാൽ പൊട്ടിപ്പോകും. ടു ലൂസായി കഴിഞ്ഞാൽ സംഗീത ഉപകരണത്തിൽ പാട്ടുണ്ടാവില്ല. അതുപോലെ ഇദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ടു മച്ച് ഈസ് ടു ബാഡ് എന്ന തത്വം അദ്ദേഹം സ്വീകരിച്ചതായി നമുക്ക് തോന്നാറുണ്ട്. അപ്പം ടു മച്ച് ഒന്നിലുമില്ല. അദ്ദേഹം കൺസർവേറ്റീവാണ് സഭാ പ്രബോധനങ്ങളുടെ കാര്യത്തിൽ. അദ്ദേഹം പ്രോഗ്രസീവാണ് സോഷ്യൽ ജസ്റ്റിസിൻ്റെ കാര്യത്തിൽ. അപ്പോൾ നല്ലൊരു മോഡറേറ്റായി സമന്വയത്തിൻ്റെയും സമവായത്തിൻ്റെയും പാതയിലൂടെ അദ്ദേഹം നയിക്കും എന്ന് നമുക്ക് ഉറച്ചു വിശ്വസിക്കാം. സിലിഡാലിറ്റിയിൽ അദ്ദേഹത്തിന് വിശ്വാസമുണ്ട്. നല്ല കേൾവിക്കാരനാണ് ഈ പിതാവ്. കേട്ടുകൊണ്ട് പരസ്പരം പാലങ്ങളായി മാറിക്കൊണ്ട് ലോകത്തെ മുഴുവൻ ഒരുമിപ്പിക്കാൻ സാധിക്കുമെന്നാണ് അദ്ദേഹത്തിൻ്റെ വിശ്വാസം. അദ്ദേഹം വളരെ ലളിത ജീവിതം നയിക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ പാപ്പ എന്ന ടൈറ്റിലോട് ചേർന്ന് നിൽക്കുന്ന ആഡംബരങ്ങളെല്ലാം പോപ്പ് ഫ്രാൻസിസിനെ പോലെ തന്നെ ഉപേക്ഷിക്കുവാനാണ് സാധ്യത. പോപ്പ് ഫ്രാൻസിസിന് നല്ലൊരു പിൻഗാമിയാണ് ഇദ്ദേഹം. അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തെ ട്രാൻസിഷണൽ പോപ്പ്, കോംപ്രമൈസ് പോപ്പ് എന്നൊക്കെ പണ്ഡിതന്മാർ
വിളിക്കുന്നുണ്ട്. ട്രാൻസിഷണൽ പോപ്പ് എന്ന് പറയുമ്പോൾ കണ്ടിന്യൂവിറ്റി പോപ്പാണ്. പോപ്പ് ഫ്രാൻസിസിൻ്റെ നയങ്ങൾ പിന്തുടരുവാൻ എല്ലാ സാധ്യതയുള്ള ആളും. പോപ്പ് ഫ്രാൻസിസിൻ്റെ നയങ്ങൾ പിന്തുടരുമെന്ന് കരുതപ്പെട്ടിരുന്ന ആളുകളാണ് കാർഡിനൽ ലൂയിസ് താഗ്ലെ, കാർഡിനൽ മത്തേയോ സൂപ്പി, കാർഡിനൽ പരോളിൻ എന്നിവരൊക്കെ. അതേ പാത തന്നെയാണ് ഇദ്ദേഹവും പിന്തുടരുവാൻ സാധ്യത. സിനഡാലിറ്റി അത് തുടരാനുള്ള എല്ലാ സാധ്യതകളുണ്ട്. 2028 സിനഡിനെക്കുറിച്ചുള്ള അസംബ്ലിയിൽ നിർണായകമായിട്ടുള്ള തീരുമാനങ്ങൾ ഇദ്ദേഹം കൈക്കൊണ്ടേക്കും. ഇദ്ദേഹം പാപ്പയായതിനു ശേഷം ലോകം മുഴുവൻ സന്തോഷിച്ചു തുടങ്ങിയിട്ടുണ്ട്. അല്പം ക്യൂരിയോസിറ്റി ഉണ്ട്, ചില എങ്സൈറ്റികളുണ്ട്. കാരണം ലോകത്ത് 2 സെൻട്രൽ പൊസിഷൻസ് അമേരിക്കക്കാർ വഹിക്കുന്നതിനെക്കുറിച്ചുള്ള ആശങ്കകളുണ്ട്. അതുകൊണ്ടാണ് ഇതുവരെ ഒരു അമേരിക്കൻ പാപ്പ ഇല്ലാതിരുന്നത്. ലോകത്തിൻ്റെ പോലീസ് എന്ന നിലയിൽ അമേരിക്ക നിൽക്കുമ്പോൾ മറ്റൊരു ആത്മീയ ആചാര്യനായിട്ട് മറ്റൊരു അമേരിക്കക്കാരൻ കൂടി ഉയർന്നു വരുന്നത് അത്രയ്ക്ക് നല്ല കാര്യമല്ല എന്ന പൊതുധാരണയിൽ നിന്നാണ് അമേരിക്കക്കാരെ പേപ്പൽ സ്ഥാനത്തേക്ക് ഉയർത്താതിരുന്നത്. ഇപ്പോൾ അമേരിക്കക്കാരനായി ജനിച്ചുവെങ്കിലും ലോക നേതാവിനെ പോലെയുള്ള, ലോകപൗരനെ പോലെയുള്ള ഒരാളെ ഈ 133 കർദിനാൾമാർ ചേർന്ന് തിരഞ്ഞെടുത്തിരിക്കുകയാണ്. അപ്പോൾ എല്ലാം നന്മയായി മാറുമെന്നുള്ള പ്രതീക്ഷയാണ് ലോകത്തിന് മുഴുവൻ ഉള്ളത്. വളരെ ലളിത ജീവിതം നയിക്കുന്ന ഇദ്ദേഹം പറയുന്നത്, ഞാൻ ഒരു ചെറു രാജ്യത്തിലെ രാജകുമാരനൊന്നുമല്ല, ഞാൻ പാവപ്പെട്ടവരുടെ ആളാണ്, പാവപ്പെട്ടവരുടെ സ്വരമായി മാറേണ്ട ആളാണ്, സ്വരമില്ലാത്തവരുടെ നാവായി മാറേണ്ട ആളാണ്. അതുകൊണ്ട് തന്നെ ആളുകളോടൊപ്പം നടക്കുക, ആളുകളോടൊപ്പം സഹിക്കുക, ഒപ്പം ഇരുന്ന് അവരെ കർത്താവിലേക്ക് എത്തിക്കുക, അതാണ് എൻ്റെ ദൗത്യം. പോപ്പ് ഫ്രാൻസിസിനെ പോലെ തന്നെ അദ്ദേഹം കർത്താവിന് വേണ്ടി ഞാൻ എന്ത് ചെയ്യുന്നു, എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നു, എന്ത് ചെയ്യും എന്ന ചോദ്യം ധ്യാനിക്കുമായിരിക്കാം. പ്രസിഡൻറ്റ് ട്രംപ് ഇങ്ങനെയാണ് പ്രതികരിച്ചത്: വാട്ട് ഗ്രേറ്റർ ഓണർ ക്യാൻ ദെയർ ബി? ഇതിനേക്കാൾ വലിയ ഓണർ അമേരിക്കയ്ക്ക് ഇനി എന്താണ് കിട്ടുക എന്നാണ് അദ്ദേഹം ചോദിക്കുക. പുതിയ പാപ്പ സെയിൻറ്റ് അഗസ്റ്റീനിയൻ സഭയിൽപ്പെട്ടയാളാണ്. അതിൽ അദ്ദേഹം അഭിമാനിക്കുകയും ചെയ്യുന്നുണ്ട്. അഗസ്റ്റീനിയൻ സഭയിൽപ്പെട്ട ആദ്യത്തെ പാപ്പയാണ് അദ്ദേഹം. തൻ്റെ പ്രസംഗത്തിൽ ഇങ്ങനെ പറഞ്ഞല്ലോ, സെയിൻറ്റ് അഗസ്റ്റിനെ ഉദ്ധരിച്ചുകൊണ്ട്: ഫോർ യു ഐ എം എ ബിഷപ്പ്, വിത്ത് യു ഐ എം ക്രിസ്ത്യൻ. നിങ്ങൾക്ക് ഞാനൊരു ബിഷപ്പാണ്, നിങ്ങളോടൊപ്പം ഞാനൊരു ക്രിസ്ത്യാനിയാണ്. പുതിയ പാപ്പ OSA സഭാ സമൂഹത്തിൻ്റെ പ്രയോർ ജനറലായിരുന്ന സമയത്ത് 2 വട്ടം ഇന്ത്യ സന്ദർശിച്ചിട്ടുണ്ട്. അതിലൊന്ന് കലൂർ കത്തർക്കടവ് സെയിൻറ്റ് ഫ്രാൻസിസ് സേവിയർ പള്ളിയിൽ വച്ച് നടന്ന തിരുപ്പട്ട ദാന ശുശ്രൂഷ കുർബാനയിൽ വരാപ്പുഴ അതിരൂപത ആർച്ച് ബിഷപ്പ് മോസ്റ്റ് റവറൻറ്റ് ഡോക്ടർ ഡാനിയൽ അച്ചാരിപ്പറമ്പിലിനോടൊപ്പം പങ്കെടുത്തതാണ്. അദ്ദേഹത്തിൻ്റെ നന്മയും വിനയവും ലാളിത്യവും നിറഞ്ഞ സാന്നിധ്യത്തെ അഗസ്റ്റീനിയൻ സഭാമക്കൾ വലിയ സ്നേഹത്തോടുകൂടി, നന്ദിയോടെ, ആദരവോടുകൂടി എന്നും ഓർക്കുന്നുമുണ്ട്. ചരിത്രത്തിൽ ഫ്രാൻസിസ് അസീസിയുടെ സന്തത സഹചാരിയായിരുന്നു ലെയോ. നിഴലുപോലെ കൂടെ നടന്നിരുന്ന ഒരാൾ. ഫ്രാൻസിസ്കയെ നോക്കി, ക്രിസ്തുവിൻ്റെ മുഖമാണല്ലോ അങ്ങേക്ക്, അങ്ങ് ക്രിസ്തുവായി മാറുകയാണല്ലോ എന്ന് നിരന്തരം പറഞ്ഞിരുന്നയാളാണ് ലെയോ. ഇപ്പോൾ പുതിയ ചരിത്രത്തിൽ ഫ്രാൻസിസ് പാപ്പയുടെ പിൻഗാമിയായി ലെയോ എന്ന പേര് സ്വീകരിച്ച് പുതിയ പാപ്പ വന്നിരിക്കുന്നു. രണ്ടുപേരും ക്രിസ്തുവിൽ തുടങ്ങി ക്രിസ്തുവിലൂടെ ചരിച്ച് ക്രിസ്തുവിൽ എത്തിച്ചേരുവാൻ കൊതിക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ ഫ്രാൻസിസ് പാപ്പയുടെ ക്രിസ്തു വഴി തന്നെയായിരിക്കും പുതിയ പാപ്പയുടെ നടവഴിയും. നല്ല ക്രിസ്ത്യാനിയായി ലോകത്തിന് മുഴുവൻ മാതൃകയായി ക്രിസ്തുവിലേക്ക് എല്ലാവരെയും അടുപ്പിക്കാൻ, ലോകത്തിൻ്റെ ഹൃദയത്തിലേക്ക് തീർത്ഥാടനം നടത്തുവാൻ, ലോകത്തെ മുഴുവൻ ദൈവത്തിലേക്ക് നയിക്കാൻ ഈ പാപ്പയ്ക്ക് സാധിക്കട്ടെ. നല്ല യാത്ര നേരുന്നു.